റേഡിയോ ലൈവ് ന്യൂസ് അപ്ഡേറ്റ് brought to you by ജോസ്കോ ജുവലേഴ്സ് ഷോറൂമുകളിൽ സ്വർണ്ണ വജ്രാഭരണങ്ങൾക്ക് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും വിരുന്നൊരുക്കി ജൂൺ 21 മുതൽ ഗ്രാൻഡ് NRI ഗോൾഡൻ ഫെസ്റ്റ്. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. യുകെയിൽ വ്യാജ തൊഴിൽ സ്ഥാപനങ്ങളുടെ എണ്ണം കുത്തനെ ഉയരുന്നു. ഹോം ഓഫീസ് അംഗീകരിച്ച സ്കിൽഡ് വർക്കർ വിസ നൽകുന്നതിനുള്ള സ്പോൺസർ സ്ഥാപനങ്ങളുടെ എണ്ണം 5 വർഷത്തിനിടെ 30,000-ൽ നിന്ന് 1,80,000-ആയി ഉയർന്നു. ഇവയിൽ നിരവധി സ്ഥാപനങ്ങൾ അനധികൃത കുടിയേറ്റത്തിന് വഴിവെക്കുന്നുണ്ട് എന്നാണ് കണക്ക്. ഹോട്ടലുകൾ, കഫേകൾ, റെസ്റ്റോറന്റുകൾ എന്നിവിടങ്ങളിലേക്ക് നിരവധി സ്പോൺസർമാരാണ് ഉള്ളത്. കൂടാതെ മിനി മാർക്കറ്റുകളിലേക്കും ഫുഡ് കമ്പനികളിലേക്കും ഡെലിവറി സ്ഥാപനങ്ങളിലേക്കും ബാർബർ ഷോപ്പുകൾ ഉൾപ്പെടെയുള്ളവയിലേക്കും റിക്രൂട്ട്മെന്റ് നടത്തുന്നവർ ഏറെയാണ്. എന്നാൽ പലയിടത്തും വ്യാജ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതായിട്ടാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. അധികാരമേറിയ ശേഷം 35,000-ഓളം പുതിയ സ്പോൺസർ അപേക്ഷകൾ ഹോം ഓഫീസ് സ്വീകരിച്ചിരുന്നു. ഇതിൽ 79.9% അപേക്ഷകൾ അംഗീകരിച്ചു. ഇതിലൂടെ വ്യാജ തൊഴിൽ വിദഗ്ധരുടെ കുടിയേറ്റം കൂടിയെന്നാണ് കണക്കുകൾ. ഓഫീസിന്റെ ലൈസൻസ് വിതരണം സംബന്ധിച്ചും അഴിമതികൾ നടന്നു. അപേക്ഷിച്ചാൽ ആർക്കും സ്പോൺസർഷിപ്പ് നൽകുന്ന രീതിയിലാണ് നടപടി. ബ്രിട്ടനിലെ കുടിയേറ്റം കുറയ്ക്കാനുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ വ്യാജ റിക്രൂട്ട്മെന്റ് തടയാനും നടപടി വേണമെന്ന ആവശ്യം ഉയർന്നു വരികയാണ്. ഇപ്പോൾ ലണ്ടനിലെ ഈസ്റ്റ് ലണ്ടൻ മസ്ജിദ് സംഘടിപ്പിച്ച മുസ്ലിം ചാരിറ്റി റൺ എന്ന 5 കിലോമീറ്റർ ദൈർഘ്യമുള്ള മാരത്തോണിൽ 12 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്കും വിലക്കേർപ്പെടുത്തിയത് വിവാദമായി. 12 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾക്ക് മാത്രം അനുവാദം നൽകിയത് സോഷ്യൽ മീഡിയയിൽ കടുത്ത വിമർശനത്തിന് ഇടയാക്കി മാറ്റി. ലണ്ടനിലെ ടവർ ഹാംലെറ്റ്സിലെ വിക്ടോറിയ പാർക്കിലാണ് മാരത്തോൺ നടക്കുന്നത്. വർഷങ്ങളായി നടക്കുന്ന പരിപാടിയിൽ സ്ത്രീകൾക്കുള്ള വിലക്കിനെ സംബന്ധിച്ച് ആദ്യമായാണ് ചർച്ചയാകുന്നത്. മനുഷ്യാവകാശ സംഘടനകൾ സംഭവത്തെ നിയമവിരുദ്ധമെന്നും സ്ത്രീവിരുദ്ധമെന്നും കുറ്റപ്പെടുത്തി. പൊതുസ്ഥലത്ത് ചാരിറ്റിയുടെ പേരിൽ നടക്കുന്ന ഈ പരിപാടിയിൽ സ്ത്രീകളെ ഒഴിവാക്കുന്നത് ജനാധിപത്യ മൂല്യങ്ങൾക്ക് എതിരാണെന്ന് മുസ്ലിം വിമൻസ് നെറ്റ്വർക്ക് UK പ്രതികരിച്ചു. പരസ്യമായ ലിംഗവിവേചനമാണ് നടക്കുന്നത്. അതിനിടെ മസ്ജിദ് ആരോപണം തള്ളി. സ്ത്രീകൾക്കുള്ള പ്രത്യേക ഇവന്റുകൾ അല്ലെങ്കിൽ പുരുഷന്മാർക്കുള്ള കായിക പരിപാടികൾ എന്നിവ നിയമപരമായി അനുവദനീയമാണ്. ഈ ചാരിറ്റി റൺ നടത്തുമ്പോൾ ലിംഗവിവേചനമില്ലെന്നും അധികൃതർ ന്യായീകരിക്കുന്നുണ്ട്. യൂറോപ്പിലെ ഡോക്ടർമാരിലും നഴ്സുമാരിലും 3-1 വീതം ഡിപ്രഷനിലാണ് എന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്ത്. ആരോഗ്യപ്രവർത്തകർ പലപ്പോഴും രോഗികൾക്ക് ആത്മവിശ്വാസം നൽകേണ്ടവരാണ്. എന്നാൽ 10-1 വീതം ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നുവെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ആരോഗ്യപ്രവർത്തകർ കടുത്ത വിഷാദത്തിലേക്ക് പോവുകയും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്നുവെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. കുടുംബജീവിതവും ജോലിയും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിനുള്ള ബുദ്ധിമുട്ടും സാമ്പത്തിക സമ്മർദ്ദവുമെല്ലാം ആരോഗ്യ പ്രവർത്തകരെ ബാധിക്കുന്നുണ്ട്. ജീവനക്കാരുടെ കുറവ് മൂലം പല ആശുപത്രിയിലെ ജോലിക്കാരും തങ്ങളുടെ കാര്യങ്ങൾ പരിഗണിക്കാറില്ല. 90,000-ഓളം ആരോഗ്യ പ്രവർത്തകരിലാണ് സർവേ നടത്തിയത്. തൊഴിലിടങ്ങളിൽ സമ്മർദ്ദം, ഭീഷണി, അവഹേളനം എന്നിവ നേരിടുന്നു. 10% പേർ ലൈംഗികമായും ശാരീരികമായും പീഡനം ഏൽക്കേണ്ടി വരുന്നുവെന്നും തുറന്ന് സമ്മതിക്കുന്നു. 25% ഡോക്ടർമാർ പ്രതിവാരം 50 മണിക്കൂറിലേറെ ജോലി ചെയ്യേണ്ടി വരുന്നു. താൽക്കാലിക ജോലി ചെയ്യുന്നവരും അശുദ്ധാവസ്ഥയെക്കുറിച്ച് ആശങ്കയിലാണ്. ശാരീരികവും മാനസികവുമായിട്ടുള്ള പീഡനങ്ങളും ഒറ്റപ്പെടലുകളും എല്ലാം തങ്ങളെ മാനസികമായി ബാധിക്കുന്നുണ്ട് എന്ന് ആരോഗ്യ പ്രവർത്തകർ തുറന്നു പറയുന്നു. കോവിഡ് പ്രതിസന്ധി കാലത്താണ് ആരോഗ്യ പ്രവർത്തകരെ ജനം കൂടുതൽ അംഗീകരിച്ചത് തന്നെ. അത്രയും ജോലിഭാരം ഉണ്ടായിട്ടും എല്ലായിടത്തും വിട്ടുവീഴ്ചയില്ലാതെ പ്രവർത്തിക്കുകയായിരുന്നു തങ്ങളെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. ഇനി നാട്ടിലെ വാർത്തകൾ. തമിഴ്നാട്ടിലെ കരൂരിലുണ്ടായ ദുരന്തത്തിൽ CBI അന്വേഷണം പ്രഖ്യാപിച്ച് സുപ്രീം കോടതി. രാജ്യത്തെ നടുക്കിയ സംഭവമാണെന്ന് പരാമർശിച്ചാണ് കോടതി ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിറക്കിയത്. കോടതി മേൽനോട്ടത്തിലായിരിക്കും അന്വേഷണം നടക്കുക. മുൻ ജഡ്ജി അജയ രസ്തോഗി അധ്യക്ഷനായ സമിതിയാണ് കേസ് അന്വേഷണത്തിൽ മേൽനോട്ടം വഹിക്കുക. പേരാമ്പ്രയിൽ നടന്ന സംഘർഷത്തിൽ ഷാഫി പറമ്പിൽ MPക്ക് മർദ്ദനമേറ്റതിൽ വിശദീകരണവുമായി റൂറൽ SP E ബൈജു. MPയെ മർദ്ദിച്ചത് പോലീസുകാർ തന്നെയാണ്. ചില പോലീസുകാർ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചെന്നും MPയെ മുന്നിൽ നിന്ന് ലാത്തികൊണ്ട് ആരോ അടിക്കുകയായിരുന്നു. അത് ആരാണെന്ന് കണ്ടെത്താൻ അന്വേഷണം നടക്കുകയാണ്. വടകരയിൽ നടന്ന ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പരിപാടിയിലാണ് റൂറൽ SP ഇക്കാര്യം പറഞ്ഞത്. കഴിഞ്ഞ ദിവസം പേരാമ്പ്രയിൽ നടന്ന സംഘർഷത്തിൽ ലാത്തിചാർജ് നടത്തിയിട്ടില്ലെന്ന നിലപാടിലായിരുന്നു പോലീസ്. എന്നാൽ MPക്ക് മർദ്ദനമേൽക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഈ അടിയിലാണ് ഷാഫി പറമ്പിലിന്റെ മൂക്കിന് ഗുരുതരമായി പരിക്കേറ്റത്. നേരത്തെ CPM നേതാക്കളും റൂറൽ SP അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥരും ഷാഫി പറമ്പിലിന് പരിക്കേറ്റത് ഷോ ആണെന്നും പോലീസ് അതിക്രമം ഉണ്ടായിട്ടില്ലെന്നും വാദിച്ചിരുന്നു. സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി DGPക്ക് പരാതി നൽകി. നടപടിയുണ്ടായില്ലെങ്കിൽ റൂറൽ SPയുടെ ഔദ്യോഗിക വസതിയടക്കം ഉപരോധിച്ചുകൊണ്ട് പ്രതിഷേധം കടുപ്പിക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചു. സംഭവത്തിൽ പാർലമെന്റ് പ്രിവിലേജ് കമ്മിറ്റിക്ക് ഷാഫി പറമ്പിൽ ഉടൻ പരാതി നൽകും. അടുത്ത 5 ദിവസം കേരളത്തിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രത്യേക മുന്നറിയിപ്പ്. വിവിധ ജില്ലകളിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ മഞ്ഞ അലർട്ടാണ്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്.
കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിൽ ഭക്തർക്ക് നൽകുന്ന ഹോമപ്രസാദങ്ങൾ കൃത്രിമമായി പ്രത്യേക കേന്ദ്രങ്ങൾ നിർമ്മിച്ച സംഭവത്തിൽ ദേവസ്വം വിജിലൻസ് പരിശോധന നടത്തി. വിജിലൻസ് SI രാകേഷിന്റെ നേതൃത്വത്തിലുള്ള 4-അംഗ സംഘമാണ് ഇന്നലെ ഉച്ചയോടെ പരിശോധനയ്ക്കെത്തിയത്. കൊട്ടാരക്കര CI ജയേഷിന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘവും ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ ആയില്യ MR പിള്ളയുടെ നേതൃത്വത്തിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും എത്തിയിരുന്നു. ക്ഷേത്രത്തിന് 100 മീറ്റർ അകലെയായി വാടക മുറികളിലാണ് സംഘം ആദ്യം പരിശോധന നടത്തിയത്. ഇവിടം നേരത്തെ തന്നെ അധികൃതർ സീൽ ചെയ്തിരുന്നതാണ്. ഇവിടുത്തെ പരിശോധനകൾക്ക് ശേഷം ക്ഷേത്രവളപ്പിൽ ശാന്തിക്കാർ താമസിക്കുന്ന കെട്ടിടത്തിന്റെ മുകൾ ഭാഗത്ത് കരിപ്രസാദമടക്കം തയ്യാറാക്കിയിരുന്ന ഭാഗവും പരിശോധിച്ചു. പ്ലാസ്റ്റിക് കവറുകളിലുള്ള കൃത്രിമ കറുത്ത പൊടികൾ, നെയ്, ചന്ദനത്തിരികൾ, ഇലകൾ, ചന്ദനപ്പൊടികൾ തുടങ്ങി വിവിധ തരം സാധനങ്ങളാണ് രണ്ടിടത്തു നിന്നുമായി കണ്ടെത്തിയത്. നടപരമായി കിട്ടിയ നെയ്യും ചന്ദനത്തിരികളും അടക്കമുള്ള സാധനങ്ങളും കണ്ടെടുത്തു. രണ്ടിടങ്ങളിൽ നിന്നും കണ്ടെടുത്ത സാധനങ്ങൾ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിന് സമീപത്തെ മുറികളിലേക്ക് മാറ്റി മുറി അടച്ച് സീൽ ചെയ്തു. കണ്ണൂർ വാരിയേഴ്സ് FCയും മലപ്പുറം FCയും തമ്മിൽ മലപ്പുറത്ത് നടന്ന ശക്തമായ മത്സരം ഗോൾ രഹിത സമനിലയിൽ അവസാനിച്ചു. നിരവധി അവസരങ്ങൾ സൃഷ്ടിച്ചിട്ടും ഇരു ടീമുകളിലും സമനിലയിൽ പിരിയാൻ പാടുപെട്ടു. ആദ്യ പകുതി ജാഗ്രതയോടെ കളിച്ചെങ്കിലും രണ്ടാം പകുതിയിൽ ഇരു ടീമുകളിൽ നിന്നും കൂടുതൽ ആക്രമണ ഫുട്ബോൾ കാഴ്ചവെച്ചു. പക്ഷേ ഇരു ടീമുകൾക്കും ഗോൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 118.52 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുണ്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.